ഓക്കെ ഇക്ക എങ്ങനെയാണ് ഇതിന്റെ റേറ്റ്? ഇത് 2016 മോഡലാണ്. ഇതിന്റെ പ്രൈസിങ് നമ്മൾ ചോദിക്കുന്നത് 535 ആണ്. നെഗോഷ്യബിൾ ആണ്. സ്പെഷ്യലി കൊച്ചിക്കാരി അച്ചായത്തിയുടെ ഒരു സബ്സ്ക്രൈബർ ആണെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നെഗോഷ്യബിൾ ചെയ്ത് കിട്ടും. പറയണോട്ടാ. ഓക്കെ, അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് i20 ആണ്. എനിക്ക് ഈ ഷേപ്പ് ഭയങ്കര ഇഷ്ടമാണ് i20യുടെ. പഴയത് ഇഷ്ടമാണ് കേട്ടാ. പക്ഷെ എന്താ, അതെ അതെ സത്യം. ഏറ്റവും അടിപൊളിയും എപ്പോഴും പുതിയ വണ്ടികൾ ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികള്, ഈവൻ ഫോക്സ് വാഗൻ ആയാലും സ്കോഡ ആയാലും, ഞാനൊരു ഫോക്സ് വാഗനും സ്കോഡയൊക്കെ നിരന്തരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിട്ട് ഞാൻ പറയാണ്, ഇപ്പോഴത്തെ വണ്ടികളെക്കായി കൂടുതൽ ഡെഫിനറ്റ്ലി അത് ഇതിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം. ആ ഒരു ബോഡി സ്ട്രെങ്ത്, ആ ഒരു പെയിന്റിംഗ് ക്വാളിറ്റി, ആ ഒരു സെറ്റപ്പ്, ഒരു സ്റ്റെബിലിറ്റി ഒന്നും പുതിയ വണ്ടികൾക്കില്ല. കാരണം പുതിയ വണ്ടികൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അവർ സ്പെസിഫൈ ചെയ്യുന്നത്, ഇവർക്കുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ എല്ലാവർക്കും വേണ്ടത് മൈലേജ് ആണ്. അത് നോക്കിയിട്ട് ബോഡി വെയിറ്റ് കുറയ്ക്കുമ്പോൾ അതനുസരിച്ച് വണ്ടിയുടെ ഡ്രൈവിംഗ് കംഫർട്ട്, എൻതൂസിയാസ്റ്റിനെ സംബന്ധിച്ചിട്ട് ഡ്രൈവിംഗ് കംഫർട്ട് കുറയും. അതേസമയം ഒരു കാറ് ഒരു ആവശ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അതൊരു നല്ല ഓപ്ഷനാണ്. അതെ. എങ്ങനെയാ 2021 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ്. ാണ് ചോദിക്കുന്നത്. പുതിയ വണ്ടിക്ക് ഒരു 11.5 ലക്ഷം രൂപ വിലയുണ്ട്. നെഗോഷ്യബിൾ ആണ്. ക്ലെയിം സീറോ ക്ലെയിം ആണ് വണ്ടി. ഫിനാൻസ് ആണെങ്കിൽ എത്ര രൂപ നമ്മൾ ഇടേണ്ടി വരും? 7 lakh ഒക്കെ ഓക്കെ. ഇപ്പൊ നേരത്തെ പറയുന്ന പോലെ നമ്മളൊരു ഫുൾ ഫിനാൻസ് ഒന്നും കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. എല്ലാവരും പറയും ഫുൾ ഫിനാൻസ് ഒക്കെ കൊടുക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട്, ഒരു ഓവറോൾ ഒരു ബിസിനസ് മാർക്കറ്റ് വെച്ചിട്ട് ഫുൾ ഫിനാൻസ് ഒന്നും ആരും പ്രൊവൈഡ് ചെയ്യത്തില്ല. അവർ പറയും ഇത്രയും ഫണ്ടിങ് ഒക്കെ തരാന്നൊക്കെ പറയും, പക്ഷെ ഇത്രയൊന്നും ഫണ്ടിങ് വീഴത്തില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ക്രെഡിറ്റ് പ്രൊഫൈൽ ആൻഡ് നമ്മുടെ ഒരു ബാങ്കിങ് ഒക്കെ നോക്കിയിട്ടാണ്. എങ്കിൽ കൂടി ഒരു വണ്ടിയുടെ പ്രൈസിങ്ങിന്റെ, അതായത് ഒരു മാർക്കറ്റ് പ്രൈസിങ്ങിന്റെ 80-85% ആണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു 7.5 lakh ഒക്കെ 7 to 7.5 ലാഖിന്റെ ഇടയിൽ ബിറ്റ്വീൻ നമുക്ക് ഇത് ഫിനാൻസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇങ്ങനെ ഓരോ വണ്ടിയുടെ അടുത്ത് വരുമ്പോ എങ്ങനെ ഞാൻ ഇവനെ പറ്റി പറയേണ്ടത് എന്നാണ് ഇങ്ങനെ ആലോചിക്കണത്. അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ക്രിസ്റ്റ. സത്യം. അതെ. 2016 മോഡല്, സെക്കൻഡ് ഓർഡർ, 1,30,000 കിലോമീറ്റർ വണ്ടിയാണ്. പ്രൈസിംഗ് ആണ് ഒറിജിനൽ കേരള. 2 ലക്ഷം രൂപയുടെ ക്ലെയിം ഉണ്ട്. ഒറ്റയടിക്കുള്ള ക്ലെയിം അല്ല, പല പ്രാവശ്യമായിട്ട് ക്ലെയിം ചെയ്തിരിക്കുന്നതാണ്. ക്രിസ്റ്റ യൂസേഴ്സിന് അറിയാൻ പറ്റും. കാരണം നമ്മൾ ഷോറൂമിൽ പോയിട്ട് ഒരു ബമ്പർ എറിഞ്ഞാലോ ഒരു ഗ്രില്ല് ഇറങ്ങിയിട്ടുണ്ടെങ്കിലോ അവർ റീപ്ലേസ് ചെയ്യുന്നു. അതിന്റെ ഹെഡ്ലൈറ്റും ഗ്രില്ലിനും ഒക്കെ വരുന്നൊരു 2.5 ലാഖിന് അടുത്ത് ക്ലെയിം ഉണ്ട്. അതനുസരിച്ചിട്ടുള്ള പ്രൈസിംഗ് ഞാൻ പറയുന്നത്. 14.5 ലക്ഷം രൂപയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. 16 മോഡൽ, സെക്കൻഡ് ഓണർ, ഒറിജിനൽ കേരള. 14.5 ലക്ഷം രൂപയാണ് ഒറിജിനൽ കേരള. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതെ, അത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതെ, കാരണം ഇത് പാർക്കൻസിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ. ആ കസ്റ്റമർക്ക് കുറച്ച് ഫണ്ടിന്റെ ആവശ്യമുള്ളത് കൊണ്ടായിരിക്കണം ഇവിടെ കുറെ പ്രീമിയം വണ്ടികളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഔഡി കണ്ടു, BMW കണ്ടു, ഇനി ബെൻസ് കണ്ടോ, എല്ലാം ഉണ്ടിട്ട് ഇവിടെ. പറഞ്ഞോ, BMW എപ്പോഴും ഒരു സ്പെസിഫൈഡ് കസ്റ്റമേഴ്സിന്റെ വണ്ടിയാണ്. എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് മോസ്റ്റ് പ്രോബബ്ലി ബെൻസ് ആണ്. ഔഡി ഈസ് ദേർ. ഔഡിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റോഡ് പ്രസൻസ്. അതെ അതെ, അടിപൊളിയാണ്. ഒരു ഫോക്സ് വാഗന്റെ വേറെ സംഗതി BM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡ്രൈവേഴ്സ് കാർ, ഇറ്റ്സ് എ സ്പോർട്ടി തിങ്. സത്യം. ആൻഡ് ഇതിന്റെ ഒരു മെയിൻ്റെനൻസ് കമ്പാരിറ്റീവ്ലി ബെൻസ് ആൻഡ് ഓഡി വെച്ച്, ഓഡിയൊക്കെ വെറും ചീപ്പ് മെയിൻ്റെനൻസ് ആണ്. ആൾക്കാർക്ക് അറിയില്ല, വർഷോപ്പർ പറ്റിക്കണതാണ്. ഓഡി ഭയങ്കര സംഭവമാണ്, ഫോക്സ് വാഗൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഈവൻ അതിന്റെ പാർട്സ് നമ്മൾ മേടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി അറിയണം. വണ്ടി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മൻ കാസ് ബെസ്റ്റ് ആണ്. അതിലെ ഓഡിയാണ് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. BM ഇറ്റ്സ് എ ഡ്രൈവേഴ്സ് കാർ, ഇറ്റ്സ് എ സ്പോർട്സ് കാർ. ഇതിന് ഇതിൻ്റെതായ ഒരു സ്പെഷ്യലൈസ്ഡ് കസ്റ്റമർ സംഗതി ഉണ്ട്. ഇതിന്റെ മെയിൻ്റെനൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ബിക്കോസ് ഈ BM നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ബെൻസ് ആൻഡ് ഓഡി ആണോ ഉള്ളത്.
BM കുറവാണ് കുറവാണ്. കമ്പാരിറ്റീവ്ലി ആ ഒരു വോളിയം വെച്ച് നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പാർട്സിന്റെ വില കൂടുന്നത്. കാരണം അവൈലബിലിറ്റിയുടെ അതെ അതെ ഡിമാൻഡും കൂടുതലാണ് BMW BMW ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു നാനോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ നാട്ടിലൊന്നും ഇല്ല, അപ്പൊ അതിന് ഡിമാൻഡായി എന്നെ സംബന്ധിച്ച് നോക്കുന്നു. അതെ അതെ അതാണ് ഏത് മാർക്കറ്റ്, വണ്ടി എന്നല്ല അച്ചാർ മാർക്കറ്റിൽ പോലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഒരു ആവശ്യം അനുസരിച്ചിട്ടാണ് ഡിമാൻഡ് കൂടുന്നത്. അതെ അതെ 2012 മോഡൽ 2012 മോഡല് ഡൽഹി വണ്ടിയാണ്. ഇതിന്റെ പ്രൈസിങ് ആസ്കിംഗ് പ്രൈസ് ന്യൂ ഷേപ്പ് ആട്ടോ വണ്ടി, 3 സീരീസ് ന്യൂ ഷേപ്പ് ആണ്. ഇതിന്റെ പ്രൈസിങ് വെക്കുന്നത് 8.5 ലക്ഷം രൂപയാണ്. 8 ലക്ഷം. ഓക്കെ ഇവിടുന്ന് ഒരു 2 ലാഖ് എന്തായാലും വരും താഴെ വരുന്നുണ്ട്. 12 മോഡൽ. ഇതിപ്പോ ഞാൻ വേറൊരു ഡൗട്ട് വെച്ചോട്ടെ, ഇതിപ്പോ നമുക്ക് വേറെ സ്റ്റേറ്റിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവിടെ നിന്ന് NOCയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു കൊടുക്കും? സ്റ്റേറ്റിലേക്ക് അവിടെ നിന്ന് നമുക്ക് മീൻസ് ഈ വണ്ടിയുടെ രജിസ്റ്റേർഡ് എവിടെയാണോ അവിടെ തന്നെ അങ്ങോട്ട് കൊടുക്കും. ഓക്കെ അടുത്തത് യെസ് എന്റെ വണ്ടി. ഞാനിപ്പോ എവിടെ പോയാലും അതാണ് ആളുകൾ പറയുന്നത്. സത്യമായിട്ടും ഞാൻ കാണാറുണ്ട്. അപ്പൊ അതിനെ പറ്റി എന്താ പറയണേ? ഞാൻ എന്ത് പറയാനാ, ഈ വണ്ടീനെ പറ്റിയിട്ട് അറിയാവുന്ന ആൾക്കാർ അത്രയും രൂപ കൊടുക്കുമെന്ന് തോന്നണ്ടോ? അതെ സത്യം. വണ്ടി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ വന്നെടുത്തിട്ട് പോകുള്ളൂ. എങ്ങനെയാണ് 2006 മോഡൽ 5.5 ലക്ഷം രൂപ ചോദിക്കുന്ന കൊള്ളാം. അത്ര ചോദിക്കട്ടെ. അങ്ങനെയല്ല, പിന്നെ ബാക്കി ഡീറ്റെയിൽസ് പറ. 2006 മോഡല് കേരള നമ്പർ ആക്കിയിരിക്കുന്ന വണ്ടിയാണ്. വെറുതെ അല്ല, റീ രജിസ്ട്രേഷനാ? ഓക്കെ ആണ് ഇത്. ഒരു കാര്യം ഞാൻ കാണിച്ചു. എന്താ വെറുതെ ഇതായിട്ടുള്ളതല്ല. ഇതാണ് ഇതിന്റെ ആദ്യത്തെ ഓണർ. പുള്ളിക്കാരൻ അവിടുത്തെ ഒരു MLA ആയിരുന്നു. കോയമ്പത്തൂർ വണ്ടിയാണ്. ഇതാണ് ഫസ്റ്റ് നമ്പർ. ഓക്കെ അവിടുത്തെ 2 കൊല്ലമായിട്ട് മാറിയിട്ടുള്ള പുള്ളിയുടെ ഡയറക്റ്റ് എടുത്തുകൊണ്ട് വന്നൊരു വണ്ടിയാണ്. ഇപ്പൊ KL39 തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ അല്ലേ? യെസ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ആ വില. ഞാൻ ആദ്യം ആലോചിച്ചായിരുന്നു. എടുക്കുന്ന ആൾക്ക് ഓക്കെയാണ്. ഏത് ബജാറും എടുത്താലും ഒരു 50,000 പണി കണ്ടോളണം. വണ്ടിക്ക് പണി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എപ്പോഴും വണ്ടി പജേറോ എന്ന് പറയുമ്പോ ഒരു നമ്മളൊരു സ്വിഫ്റ്റ് മേടിക്കുന്ന പോലെയോ ഇന്നോവ മേടിക്കുന്ന പോലെയല്ല. അത് യൂസ് വെറുതെ റോട്ടിൽ കൂടി ഓടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമ്മളൊരു ഓഫ് റോഡ് പ്രോഗ്രസിലാണ് പോണേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻസ് ആണ്. ഇത് പാർക്കാൻശ്ശേരി വന്നിരിക്കുന്ന വണ്ടിയാണ്. എന്നെ സംബന്ധിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10-30,000 പണി എന്തായാലും കണ്ടു. 5.5 ലക്ഷം രൂപ ചോദിക്കുന്നത്. ഈ പൈസ ഒക്കെ കുറച്ച് തരും, പണിക്കാശ് കുറച്ച് തരും കേട്ടോ വണ്ടി. അപ്പൊ ഇതാണ് വില എന്നുള്ളത് മനസ്സിലായില്ലേ? പ്രൈസ് കേട്ടപ്പോ ഞാൻ ഒന്ന് ഞെട്ടി, പിന്നെ അറിഞ്ഞപ്പോഴാണ് സംഭവം റീ ആണെന്നുള്ളത് മനസ്സിലായത്. യെസ് ഓക്കെ. ഇതെങ്ങനെയാ? എടുക്കണ്ട ഒന്ന്. ഓക്കെ നമുക്ക് വേറെ വണ്ടിയിലേക്ക് പോവാം. പിന്നെ അയ്യോ അതെന്താ എന്തുവാ? എന്നതേ പ്രസ കാണിക്കാം. ഓക്കെ എന്നാ പ്രസ ഡീറ്റെയിൽസ് പറ. എന്തൊക്കാ ഓക്കെ പ്രസയുടെ ഡീറ്റെയിൽസ് പറ. അയ്യോ 19 മോഡല് 18 മോഡല് ZDI ആണ് വണ്ടി. ഓക്കെ ZDI. ഓ കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 8,80,000 രൂപയാണ് ചോദിക്കുന്നത്. ഈ വണ്ടി അന്ന് ഓൺ റോഡ് ഇറങ്ങുമ്പോ 10-11 ലക്ഷം രൂപ വില ഉണ്ടായുള്ളൂ. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒരു പ്രൈസിംഗില് വേറെ വണ്ടി മൈലേജ് ഓറിയന്റഡ് ആയിട്ടുള്ള വേറെ വണ്ടി ഇല്ല. എനിക്ക് തോന്നുന്നു ഇടുന്ന പ്രൈസിംഗ് അല്ല. ഓക്കെ പക്ഷെ എനിക്ക് തോന്നുന്നത് ZDIക്കാണ് എനിക്കും കുറച്ച് എൻക്വയറി വന്നേക്കുന്നത്. ബ്രസേല് പ്ലസ് അത് തന്നെ. അതെ 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 ടോപ്പ് വേരിയന്റ് അല്ല, കുറച്ച് ഫീച്ചേഴ്സിൽ വ്യത്യാസം വരും. കാര്യങ്ങളൊക്കെ വരും. എയർ ബാഗ് ABS എല്ലാം വരുന്നുണ്ട്. ഇതാണ് 85 ആണ് ഇതിന്റെ ഒരു പ്രൈസിംഗ്. 880 ആണ്. 85 അല്ല 880 ആണ്. 8,80,000. 80,000 ഓക്കെ കുറച്ച്. ഓക്കെ 8,80,000 രൂപയാണ് കേട്ടോ ചോദിക്കുന്നത് ബ്രസയ്ക്ക്. ഓക്കെ അടുത്ത വണ്ടിയിലേക്ക് പോവാം. വീണ്ടും ഒരു പോളോയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അല്ല ശരിയാണ്, അത് എടുത്ത് പറഞ്ഞത്. ചില ആൾക്കാർ ഇതിങ്ങനെ കാണുമ്പോഴത്തേക്ക് GT ആണെന്ന് ചില ആളുകൾ
വിചാരിക്കുന്നവരുണ്ട്. ഇത് 1 ലിറ്റർ MPI 2018 മോഡല് ആ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 28,000 കിലോമീറ്ററോടെ വണ്ടിയാണ്. ഉം. ഇതൊരു പ്രൈസിങ് നമ്മൾ ചോദിക്കുന്നത് 6,85,000 രൂപയാണ്. 6,85,000. ഓക്കെ, ഇത് വേരിയന്റ് 1 ലിറ്റർ MPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൈലേജ് ഓറിയന്റഡ് ആണ്. അപ്പൊ ആൾക്കാർ ഓർക്കും പവർ ഒക്കെ കുറവായിരിക്കില്ലേ എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഈ 1 ലിറ്റർ ഈ ഫോക്സ് വാഗന്റെ എഞ്ചിൻ നിങ്ങൾ ഒരിക്കലും ഫിറ്റായിട്ടോ അല്ലെങ്കിൽ സുസുക്കിയുടെ വാഗണർ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പവർക്ക് കുറവൊന്നും ഉണ്ടാവില്ല. ഇത് ഈ 1 ലിറ്റർ സ്പെസിഫൈഡ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത് പുറത്ത് മൈലേജ്. അതെ അതെ, റണ്ണിങ്ങിൽ ഇവൻ ആ സാധനം തന്നെയാണ്. പോയിക്കോളും. ആ ഒരു സ്റ്റെബിലിറ്റി ഹൈലൈനാണ് വണ്ടി. 6,95,000 ആസ്കിംഗ് ആണ്, നെഗോഷ്യബിൾ ആണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് i20 ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഈ ഷേപ്പ് ആണ് എനിക്ക് ആക്ച്വലി ഇഷ്ടം. ഈ ഷേപ്പും അതിന് മുമ്പ് ഇറങ്ങിയേക്കുന്ന ഷേപ്പും ഇത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. എലൈറ്റ് ഷേപ്പാണ്. ആ, 2014 തുടങ്ങിയിട്ട് 14 തുടങ്ങിയിട്ടാണ് എലൈറ്റ് ഷേപ്പ് ഇറങ്ങുന്നത്. ടിൽ 2019 വരെ ഇറങ്ങിയിട്ടുണ്ട്. 2019 ഇറങ്ങുമ്പോൾ ടെയിൽ ലാമ്പിന് വ്യത്യാസമുണ്ട്. പക്ഷേ 18 വരെയുള്ള വണ്ടികളുടെ ടെയിൽ ലാമ്പാണ് ക്രെട്ട പോലെ നല്ല നല്ല ഭംഗിയുള്ള അല്ല ഈ സെയിം ഷേപ്പ് തന്നെ. ഇത് i20 ആക്റ്റീവ് ആണ്. ഇതിന്റെ ആസ്ഥ എന്ന് പറയുന്ന പോലെ അല്ല, i20 ആക്റ്റീവ് ആണ്. ഇതൊരു അഡ്വഞ്ചർ എഡിഷൻ ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ ക്രോസ് ഓവർ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ക്രോസ് ഓവർ. അത് തന്നെ അത് തന്നെ. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഓരോ ഇത് വരും. ഇതിനാണ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങൾ DRലൊക്കെ വരുന്നത്. അതെ അതെ. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 5,35,000. ഓക്കെ, 1,00,000 കിലോമീറ്റർ ഓടിയിട്ട് കമ്പനി സർവീസ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, അടുത്തത് എനിക്ക് ഇവിടെ വന്നപ്പോ ഇഷ്ടപ്പെട്ടൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ബിക്കോസ് ഇതിന്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മുടെ മൈക്ര 2017 മോഡല് 18,000 കിലോമീറ്റർ ഓടിയ XV പ്രീമിയം ടോപ്പ് വേരിയന്റ് ഓട്ടോമാറ്റിക് CVT ആണ് വണ്ടി. ഓക്കെ, ഇതിന്റെ പ്രൈസിംഗ് ചോദിക്കുന്നത് 5,45,000 ആണ്. കൂടുതലാണെന്നൊക്കെ പറയും. പക്ഷെ എന്നാൽ കൂടി XV ആണ്. ഈ ഒരു പ്രൈസിംഗിൽ തന്നെ നമ്മുടെ 2017 ഒരു 4,500,000 രൂപയ്ക്ക് XL ഉണ്ട്. ഓക്കെ, അതൊക്കെ 50,000 കിലോമീറ്റർ ഓടി വണ്ടി നമുക്ക് കൊടുക്കാം. പക്ഷെ ഇത് ടോപ്പ് വേരിയന്റ് ആണ്. ആകെ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മുടെ കിടക്കുന്ന വണ്ടികൾ ഓൾമോസ്റ്റ് നോക്കിയാൽ തന്നെ 1-2 വണ്ടി ഒഴികെ ബാക്കിയെല്ലാം എറണാകുളം ജില്ലയിൽ തന്നെയുള്ള വണ്ടികളാണ്. അതെ അതെ. ഇൻ കേസ് എറണാകുളം ജില്ല അല്ലാത്ത വണ്ടി ആയാൽ പോലും നമ്മളതിന്റെ ജെനുവിനിറ്റി, കിലോമീറ്റർ ജെനുവിനിറ്റി, അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്ലഡ്, മേജർ ആക്സിഡന്റ്, ഇതൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഗൈസ് ആരെങ്കിലും ഒക്കെ തന്നെ ലേഡീസ് ആരെങ്കിലും ഒക്കെ ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നല്ല കുഞ്ഞു വണ്ടി കൊണ്ടു നടക്കാനായിട്ട് അല്ലേ, ഭയങ്കര ക്യൂട്ട്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വണ്ടിയാണ്. സേഫ്റ്റി ഫീച്ചേഴ്സ് ടോട്ടലി അടിപൊളി.